ബോണ്ടിന്റെ സാധുത സുപ്രീംകോടതി നിശ്ചയിക്കുന്നതുവരെ ബോണ്ടിലൂടെ സംഭാവന വാങ്ങുന്നത് സ്റ്റേ ചെയ്യണമെന്ന ആവശ്യത്തിൽ സുപ്രീംകോടതി ഉത്തരവ് ഇന്ന്. ബോണ്ടുകളിലൂടെ കള്ളപ്പണം വെള്ളപ്പണമാവുകയാണ് ചെയ്യുന്നതെന്ന് സുപ്രീംകോടതി ഇന്നലെ നിരീക്ഷിച്ചിരുന്നു. ഇലക്ട്രൽ ബോർഡിനെക്കുറിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒന്നും അറിയില്ലെന്നും കോടതി പരിഹസിക്കുകയാണെന്നും പറഞ്ഞു. അതേസമയം വാദത്തിനിടെ സുതാര്യത തെരഞ്ഞെടുപ്പ് ബോണ്ട് പദ്ധതി ഇല്ലാതാക്കാൻ കാരണമാകുമെന്ന വിചിത്രവാദമാണ് കേന്ദ്ര സർക്കാർ ഉന്നയിച്ചത്. തെരഞ്ഞെടുപ്പ് ബോണ്ടിന്റെ സാധുതയിൽ സുപ്രീംകോടതി അന്തിമ തീരുമാനമെടുക്കും വരെ ബോണ്ടിലൂടെ സംഭാവന വാങ്ങുന്നത് സ്റ്റേ ചെയ്യണമെന്ന ആവശ്യത്തിലാണ് ഇന്ന് സുപ്രീംകോടതി ഉത്തരവുണ്ടാകുക. ഉറവിടം വെളിപ്പെടുത്താത്ത ബോണ്ടുകൾ കള്ളപ്പണം ഇല്ലാതാക്കുമെന്ന കേന്ദ്ര സർക്കാർ വാദത്തെ സുപ്രീംകോടതി കഴിഞ്ഞ ദിവസം തള്ളിയിരുന്നു. ഇത്തരം ബോണ്ടുകളിലൂടെ കള്ളപ്പണം വെള്ളപ്പണമാവുകയാണ് ചെയ്യുകയെന്നായിരുന്നു കോടതി നിരീക്ഷണം. ഇലക്ട്രൽ ബോണ്ടിനെക്കുറിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഒന്നും അറിയില്ലെന്നും വാദത്തിനിടെ സുപ്രീംകോടതി പരിഹസിക്കുന്ന സാഹചര്യവും ഉണ്ടായിരുന്നു. എന്നാൽ ഏത് പാർട്ടി എത്ര ബോണ്ട് വാങ്ങിയെന്ന് തങ്ങൾക്കറിയാമെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കോടതിയെ അറിയിച്ചത്. തെരഞ്ഞെടുപ്പ് കഴിയും വരെ നിലവിലെ രീതി തുടരാൻ അനുവദിക്കണമെന്നാണ് കേന്ദ്ര സർക്കാർ ആവശ്യം. തെരഞ്ഞെടുപ്പ് ബോണ്ടിനെ അനുകൂലിച്ച് കഴിഞ്ഞ ദിവസം വിചിത്രവാദവും കേന്ദ്ര സർക്കാർ കോടതിയിൽ ഉന്നയിച്ചിരുന്നു. സുതാര്യത തെരഞ്ഞെടുപ്പ് ബോണ്ടില്ലാതാകാൻ കാരണമാകുമെന്നായിരുന്നു കേന്ദ്ര സർക്കാരിന് വേണ്ടി ഹാജരായ അറ്റോർണി ജനറൽ കോടതിയിൽ വാദിച്ചത്. ന്യായമായ പണം വേണ്ടിയിടത്തു നിന്നൊക്കെ ലഭ്യമാക്കാൻ രാഷ്ട്രീയ പാർട്ടികൾക്ക് അവകാശമുണ്ട്. ബാങ്കുകൾക്ക് ഉപഭോക്താവിനെ മാത്രമേ അറിയൂ. ഏത് ബോണ്ട് ഏത് പാർട്ടിക്ക് ലഭിച്ചുവെന്ന് ബാങ്കുകൾക്ക് അറിയില്ലെന്നും കേന്ദ്ര സർക്കാർ കോടതിയിൽ വ്യക്തമാക്കിയിരുന്നു. എന്നാൽ ഇലക്ട്രൽ ബോണ്ടിന്റെ ഉറവിടം മാത്രമേ KYCയിലൂടെ മനസ്സിലാക്കാനാകൂ. ഇടപാടിന്റെ വിശ്വാസ്യതയ്ക്ക് അതുമാത്രം പോരെന്നായിരുന്നു സുപ്രീംകോടതി നിലപാട്. ന്യൂസ് ബ്യൂറോ, ദില്ലി. റെക്കോർഡ് ലാഭം ആവർത്തിച്ച് സംസ്ഥാനത്തെ പൊതുമേഖലാ വ്യവസായ സ്ഥാപനങ്ങൾ. 2018-19 സാമ്പത്തിക വർഷത്തെ കണക്കുപ്രകാരം 258.29 കോടിയാണ് ലാഭം. 17 പൊതുമേഖലാ സ്ഥാപനങ്ങളാണ് മികവുറ്റ നേട്ടം സ്വന്തമാക്കിയത്. പ്രളയം അടക്കമുള്ള പ്രതികൂല സാഹചര്യങ്ങളിലും ഇത്തവണ ലാഭത്തിൽ 10 കോടി രൂപയുടെ വർധനവാണ് ഉണ്ടായിരിക്കുന്നത്. മാർച്ച് 31 അവസാനിച്ച് 2018-19 സാമ്പത്തിക വർഷത്തെ കണക്ക് പ്രകാരമാണ് സംസ്ഥാനത്തെ പൊതുമേഖലാ വ്യവസായ സ്ഥാപനങ്ങൾ സുവർണ നേട്ടം സ്വന്തമാക്കിയത്. 17 പൊതുമേഖലാ സ്ഥാപനങ്ങൾ ലാഭം കൈവരിച്ചപ്പോൾ ആകെ ലാഭം 258.29 കോടി രൂപയായി ഉയർന്നു. കഴിഞ്ഞ സാമ്പത്തിക വർഷം 14 സ്ഥാപനങ്ങളായിരുന്നു ലാഭത്തിലായത്. KMML, TCC, ടൈറ്റാനിയം, കെൽട്രോൺ, KSDP, ടെൽക് തുടങ്ങിയ സ്ഥാപനങ്ങൾ മികച്ച പ്രകടനം ഇത്തവണയും ആവർത്തിച്ചു. മീറ്റർ കമ്പനി, കേരള സെറാമിക്സ്, മെറ്റൽ ഇൻഡസ്ട്രീസ് എന്നിവയാണ് ലാഭപട്ടികയിൽ കടന്ന പുതുമുഖ സ്ഥാപനങ്ങൾ. UDF സർക്കാരിന്റെ അവസാന വർഷം പൊതുമേഖലാ വ്യവസായ സ്ഥാപനങ്ങൾ 132 കോടി രൂപ നഷ്ടത്തിലായിരുന്നു. എന്നാൽ ഈ സർക്കാർ വന്ന ആദ്യ വർഷം തന്നെ നഷ്ടം 71 കോടിയായി കുറച്ചു. തുടർന്ന് 2017-18 സാമ്പത്തിക വർഷത്തിൽ 248 കോടി രൂപയുടെ റെക്കോർഡ് ലാഭത്തിലെത്തിച്ചു. പ്രളയമടക്കമുള്ള പ്രതികൂല സാഹചര്യങ്ങളിലും ഇത്തവണ ലാഭത്തിൽ 10 കോടി രൂപയുടെ വർധനവാണുണ്ടായത്. ലാഭത്തിലുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങളെപ്പോലും കേന്ദ്ര സർക്കാർ വിറ്റുതുലയ്ക്കുമ്പോഴാണ് കേരളത്തിന്റെ നേട്ടം എന്നതും ശ്രദ്ധേയം. കേന്ദ്രം വിൽക്കാൻ തീരുമാനിച്ച പാലക്കാട് ഇൻഡസ്ട്രീസ് ഏറ്റെടുക്കാനും ഒപ്പം കാസർഗോഡുള്ള BHELന്റെ 51% ഓഹരി വാങ്ങാൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചതും പൊതുമേഖലയെ സംരക്ഷിക്കുമെന്ന നിലപാടിന്റെ ഭാഗം തന്നെയായി. പൊതുമേഖലാ സ്ഥാപനങ്ങളെ നവീകരിക്കാനും വികസന പ്രവർത്തനങ്ങൾക്കുമായി വിപുലമായ പദ്ധതികളാണ് വ്യവസായ വകുപ്പ് നടപ്പാക്കുന്നത്. രാജ്യത്തിനാകെ മാതൃകയാകുന്ന ഈ കേരള ബദൽ കൂടുതൽ കരുത്തോടെ മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് വ്യവസായ മന്ത്രി EP ജയരാജനും അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. കൊച്ചിയിൽ നടി ലീന മരിയ പോളിന്റെ ഉടമസ്ഥതയിലുള്ള ബ്യൂട്ടി പാർലറിലേക്ക് വെടിവെയ്പ് നടത്തിയ കേസിൽ 2 പേർ പിടിയിലായി. കൊച്ചി സ്വദേശികളായ ബിലാൽ, വിപിൻ എന്നിവരാണ് ക്രൈംബ്രാഞ്ചിന്റെ പിടിയിലായത്. കാസർഗോഡ് നിന്നുള്ള കൊട്ടേഷൻ സംഘത്തിന്റെ നിർദ്ദേശപ്രകാരമാണ് ഇവർ വെടിയുതിർത്തതെന്നും ക്രൈംബ്രാഞ്ച് കണ്ടെത്തി. കഴിഞ്ഞ വർഷം ഡിസംബർ 15-നാണ് ബൈക്കിൽ ഹെൽമറ്റ് ധരിച്ചെത്തിയ 2 അംഗ സംഘം നടിയുടെ ഉടമസ്ഥതയിലുള്ള ബ്യൂട്ടി പാർലറിന് നേരെ വെടിയുതിർത്തത്. ഏതാനും മാസങ്ങൾക്ക് മുൻപാണ് കൊച്ചിയിൽ പ്രമുഖ നടിയുടെ ഉടമസ്ഥതയിലുള്ള പനമ്പള്ളി നഗറിലെ ബ്യൂട്ടി പാർലറിന് നേരെ വെടിവെപ്പുണ്ടായത്. അധോലോക നായകൻ രവി പൂജാരിയുടെ ബന്ധത്തിലേക്ക് വിരൽ ചൂണ്ടുന്ന ഫോൺ കോൾ വിവരങ്ങളും അന്വേഷണ സംഘത്തിന് ലഭിച്ചിരുന്നു. നടിയെ ഭീഷണിപ്പെടുത്തി പണം തട്ടാനുള്ള ശ്രമമായിരുന്നു വെടിവെപ്പിന് പിന്നിലെന്ന് ക്രൈംബ്രാഞ്ച് കണ്ടെത്തിയിട്ടുണ്ട്. നടിയുടെ സുഹൃത്തായ ഡോക്ടറിന്റെ മറ്റൊരു സുഹൃത്തായ കൊല്ലം സ്വദേശിയായ ഡോക്ടറാണ് ഈ സംഭവത്തെ രവി പൂജാരിയുമായി ബന്ധിപ്പിക്കുന്നത്. ഇയാൾ നൽകിയ നിർദ്ദേശപ്രകാരം പെരുമ്പാവൂരിലുള്ള കൊട്ടേഷൻ സംഘമാണ് നടിയുടെ ബ്യൂട്ടി പാർലർ ആക്രമിക്കാനുള്ള കൊട്ടേഷൻ ഏറ്റെടുത്തത്. തുടർന്ന് ഈ സംഘം കാസർഗോഡുള്ള മറ്റൊരു കൊട്ടേഷൻ സംഘത്തെ കൃത്യം ഏൽപ്പിക്കുകയായിരുന്നു. ഇവരുടെ നിർദ്ദേശപ്രകാരമാണ് കൊച്ചി സ്വദേശികളായ ബിലാൽ, വിപിൻ എന്നിവർ നടിയുടെ ഉടമസ്ഥതയിലുള്ള പനമ്പള്ളി നഗറിലെ ബ്യൂട്ടി പാർലർ ആക്രമിച്ചത്. തുടർന്ന് മാസങ്ങൾ നീണ്ട അന്വേഷണത്തിനൊടുവിൽ ക്രൈംബ്രാഞ്ചിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം പ്രതികളെ പിടികൂടുകയായിരുന്നു. കസ്റ്റഡിയിലുള്ള പ്രതികളിൽ നിന്ന് കൃത്യത്തിൽ പങ്കാളികളായ മറ്റുള്ളവരെക്കുറിച്ച് അന്വേഷണ സംഘം തെളിവുകൾ ശേഖരിക്കുന്നുണ്ട്. സംഭവത്തിൽ പങ്കാളികളായ കൊല്ലം സ്വദേശിയായ ഡോക്ടർ ഇപ്പോൾ വിദേശത്താണുള്ളത്. ആക്രമണത്തിനുപയോഗിച്ച തോക്കുകളും പ്രതികളിൽ നിന്ന് പോലീസ് കണ്ടെടുത്തിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കൊച്ചി.
വടകരയിൽ ആവേശത്തിരയിളക്കി മുഖ്യമന്ത്രിയുടെ പര്യടനം. വടകരയിലും കൊയിലാണ്ടിയിലും കുറ്റ്യാടിയിലും പതിനായിരങ്ങളാണ് തെരഞ്ഞെടുപ്പ് പൊതുയോഗങ്ങളിൽ പങ്കെടുത്തത്. വയനാട്ടിലെ LDFന്റെ കരുത്ത് കൽപ്പറ്റയിലെ റോഡ് ഷോയിലൂടെ തെളിഞ്ഞതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. വടകര മണ്ഡലത്തിലെങ്ങും ആവേശം വിതച്ചാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പര്യടനത്തിനെത്തിയത്. ഓരോ കേന്ദ്രങ്ങളിലും പതിനായിരങ്ങൾ പ്രിയ നേതാവിനെ കേൾക്കാനെത്തി. രാഹുൽ ഗാന്ധിയുടെ വയനാട്ടിലെ സ്ഥാനാർത്ഥിത്വം കോൺഗ്രസിന്റെ നിലപാടിലെ പാപ്പരത്വമാണ് വ്യക്തമാക്കുന്നതെന്ന് പിണറായി പറഞ്ഞു. കൽപ്പറ്റയിൽ നടന്ന റോഡ് ഷോ വയനാട്ടിലെ LDFന്റെ കരുത്തെന്ന് തെളിയിച്ചു. രാഹുൽ ഗാന്ധി കേരളത്തിലെ ഒട്ടുമിക്ക കോൺഗ്രസുകാരെയും കൂട്ടിയാണ് റോഡ് ഷോ നടത്തിയത്. എന്നാൽ കൽപ്പറ്റ അസംബ്ലി മണ്ഡലത്തിലെ ജനങ്ങൾ മാത്രമാണ് LDF റാലിയിൽ അണിനിരുന്നതെന്നും പിണറായി കൂട്ടിച്ചേർത്തു. നമ്മുടെ രാജ്യത്ത് വർഗീയതക്കെതിരെയുള്ള പ്രസ്ഥാനങ്ങളിൽ വർഗീയത രാജ്യമാകെ അഴിച്ചുവിട്ടിട്ടുള്ള കടന്നാക്രമണങ്ങളെ നേരിടുന്നതിൽ ഉറച്ച നിലപാട് മറ്റാരേക്കാളും ഇടതുപക്ഷമല്ലേ സ്വീകരിച്ചത്? അതെല്ലാവരും അംഗീകരിക്കുന്ന കാര്യമല്ലേ? ഇന്നത്തെ ദേശീയ രാഷ്ട്രീയ നിലപാടിന്റെ സത്ത ഉൾക്കൊണ്ടിരുന്നുവെങ്കിൽ ഇങ്ങനെയൊരു നിലപാട് ഇടതുപക്ഷത്തെയാണ് തകർക്കേണ്ടതെന്ന സന്ദേശം നൽകാൻ കോൺഗ്രസിന്റെ പ്രസിഡന്റായ രാഹുൽ ഗാന്ധി തയ്യാറാകുമായിരുന്നു. അപ്പോ നിലപാടിന്റെ പാപ്പരത്ത് മത്സരിക്കാൻ ഇവിടെ വന്നതുകൊണ്ട് ഞങ്ങൾക്ക് പ്രത്യേക വേവലാതിയൊന്നുമില്ല. ഇന്ന് കൽപ്പറ്റയിൽ കണ്ടു എന്താണ് LDFന്റെ കരുത്ത്. കേരളത്തിൽ വിവാദത്തിലൂടെ വികസനം മുടക്കാനാണ് പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കൾ ശ്രമിക്കുന്നത്. വിവാദം വിവാദത്തിന്റെ വഴിക്കും വികസനം വികസനത്തിന്റെ വഴിക്കും പോകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ, CN ചന്ദ്രൻ, CK നാണു MLA, മനയത്ത് ചന്ദ്രൻ, P മോഹനൻ, AN ഷംസീർ MLA തുടങ്ങിയവരും സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കോൺഗ്രസിന് വർഗീയതയ്ക്ക് കൂട്ടുനിന്ന ചരിത്രമാണുള്ളതെന്ന് പ്രകാശ് കാരാട്ട. മതനിരപേക്ഷ ഐക്യം തകർക്കുന്ന നിലപാടാണ് രാഹുൽ ഗാന്ധിയുടെ വയനാട്ടിലെ സ്ഥാനാർത്ഥിത്വമെന്നും അദ്ദേഹം പറഞ്ഞു. കോഴിക്കോട്, വയനാട് മണ്ഡലങ്ങളിലെ തെരഞ്ഞെടുപ്പ് റാലികളിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരളത്തിൽ നടക്കുന്ന പോരാട്ടം UDFും LDFും തമ്മിലാണ്. മതവർഗീയ ശക്തികൾക്കെതിരെ ഇടതു പാർട്ടികൾ പോരാടുമ്പോൾ മതവർഗീയ ശക്തികളെ പലപ്പോഴും കോൺഗ്രസ് കൂട്ടുപിടിക്കുന്നു. അവസരവാദപരമായ നിലപാടാണ് ഇക്കാര്യത്തിൽ അവർക്കുള്ളതെന്നും അദ്ദേഹം പറഞ്ഞു. From the history of the past that the Congress party is unreliable when it comes to a firm commitment to fight communalism. Time and again they have compromised with the communal forces. They have made opportunistic deals with the communal forces. കർണാടകത്തിലായിരുന്നു രാഹുൽ ഗാന്ധി മത്സരിക്കേണ്ടിയിരുന്നത്. എന്നാൽ അവർക്ക് രാഷ്ട്രീയ തീരുമാനങ്ങൾ പിഴയ്ക്കുകയാണെന്നും പ്രകാശ് കാരാട്ട് പറഞ്ഞു. Here is the Congress president. Here is the Congress party which says we are leading this battle against the BJP, and he has come here to fight the LDF and the left. This is the message which has been sent all around the country by this wrong turn he has taken from instead of Karnataka into Kerala in this Lok Sabha election. മാങ്കാവ്, ഒളവണ്ണ റാലികളിലും തിരുവമ്പാടി മണ്ഡലം തെരഞ്ഞെടുപ്പ് റാലിയിൽ മുക്കത്തും അദ്ദേഹം സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, വയനാട്. കാസർകോട് മണ്ഡലം BJP സ്ഥാനാർത്ഥിയെ ഇരിണാവ് റോഡിൽ ആക്രമിച്ചെന്ന കള്ളക്കഥ പൊളിച്ച് CCTV ദൃശ്യങ്ങൾ. സ്ഥലത്തെ CCTV ദൃശ്യങ്ങളിൽ ആക്രമണം നടന്നതിന്റെ സൂചന പോലുമില്ല. സ്ഥാനാർത്ഥി രവീശ തന്ത്രിക്കുണ്ടർ ഹസ്തദാനത്തിന് ശ്രമിച്ചപ്പോൾ ചില യുവാക്കൾ വിസമ്മതിച്ചത് മാത്രമാണ് CCTV ദൃശ്യങ്ങളിലുള്ളത്. CCTV ദൃശ്യങ്ങൾ പുറത്തുവന്നതോടെ വ്യാജ പരാതിയിൽ യുവാക്കൾക്കെതിരെ കേസെടുത്ത പോലീസും വെട്ടിലായിരിക്കുകയാണ്. കഴിഞ്ഞ ചൊവ്വാഴ്ച ഇരിണാവ് റോഡിൽ വോട്ടഭ്യർത്ഥിച്ചെത്തിയ BJP സ്ഥാനാർത്ഥി രവീശ തന്ത്രി കുണ്ടാറിനെ CPIM പ്രവർത്തകർ ആക്രമിച്ചു എന്നായിരുന്നു വ്യാജ പ്രചരണം. സ്ഥാനാർത്ഥിയുടെ പരാതിയിൽ 3 യുവാക്കൾക്കെതിരെ പോലീസ് കേസെടുക്കുകയും ചെയ്തു. എന്നാൽ അക്രമ സംഭവം നടന്നു എന്ന് പറയുന്ന പ്രദേശത്തെ CCTVയിൽ നിന്നുള്ള ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോഴാണ് BJPയുടെ പ്രചരണം പച്ചക്കള്ളമാണ് എന്ന് തെളിഞ്ഞത്. ദൃശ്യങ്ങളിൽ അക്രമത്തിന്റെ ഒരു സൂചന പോലും ഇല്ല. ചില യുവാക്കൾ BJP സ്ഥാനാർത്ഥിക്ക് ഹസ്തദാനം നൽകാൻ വിസമ്മതിക്കുന്നത് മാത്രമാണ് ദൃശ്യങ്ങളിലുള്ളത്. യുവാക്കൾ കൈകൊടുക്കാൻ വിസമ്മതിച്ചതിന്റെ ജാള്യത മറക്കാനാണ് അക്രമകഥ മെനഞ്ഞത്. സ്ഥാനാർത്ഥിയെ ആക്രമിച്ചുവെന്നും ബൈക്കിടിച്ച് പരിക്കേൽപ്പിക്കാൻ ശ്രമിച്ചു എന്നുമായിരുന്നു പരാതി. CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെ പോലീസ് നടപടികൾക്കെതിരെയും പ്രതിഷേധം ശക്തമാണ്. 3 യുവാക്കൾക്കെതിരെ കേസെടുത്ത പോലീസിനെതിരെയാണ് നാട്ടുകാരുടെ വിമർശനം ഉയരുന്നത്. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ. നാമനിർദ്ദേശ പത്രികയിൽ ഡിഗ്രി യോഗ്യതയില്ലെന്ന് തിരുത്തി പറഞ്ഞ് സ്മൃതി ഇറാനി. കഴിഞ്ഞ ദിവസം അമേഠിയിൽ സമർപ്പിച്ച നാമനിർദ്ദേശ പത്രികയിലാണ് ഡിഗ്രി പൂർത്തിയാക്കിയിട്ടില്ലെന്ന് സ്മൃതി ഇറാനി വ്യക്തമാക്കിയത്. അതേസമയം 2014 നൽകിയ നാമനിർദ്ദേശ പത്രികയിൽ ഡിഗ്രി പൂർത്തിയാക്കിയെന്നായിരുന്നു സ്മൃതി ഇറാനിയുടെ വാദം. ഏറെ വിവാദങ്ങളായിരുന്നു BJP കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനിയുടെ വിദ്യാഭ്യാസ യോഗ്യതയെ ചൊല്ലി ഉണ്ടായത്.
2014 തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയ സത്യവാങ്മൂലത്തിൽ സ്മൃതി ഇറാനി നൽകിയിരുന്ന വിദ്യാഭ്യാസ യോഗ്യത ഡിഗ്രി എന്നാണ്. 1994 ദില്ലി യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ബാച്ചലർ ഓഫ് കൊമേഴ്സിൽ കറസ്പോണ്ടൻസ് ഡിഗ്രി നേടിയെന്നാണ് അന്ന് നൽകിയ സത്യവാങ്മൂലം. എന്നാൽ 2015 സ്മൃതി ഇറാനിയുടെ വിദ്യാഭ്യാസ യോഗ്യത ചോദ്യം ചെയ്ത് ദില്ലി കോടതിയിൽ ഒരു മാധ്യമപ്രവർത്തകൻ നൽകിയ കേസാണ് വിവാദങ്ങൾക്ക് തിരികൊളുത്തിയത്. ഒടുവിൽ സ്മൃതി ഇറാനിയുടെ വിദ്യാഭ്യാസ യോഗ്യത തെറ്റാണെന്നും +2 വരെ മാത്രമാണ് യോഗ്യതയുള്ളൂ എന്നും തെളിയിക്കുകയും ചെയ്തു. ഇതിന് പിന്നാലെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ തെറ്റിദ്ധരിപ്പിച്ച BJP മന്ത്രിക്കെതിരെ കോൺഗ്രസും പ്രതിപക്ഷ പാർട്ടികളും രംഗത്തെത്തി. സ്മൃതി ഇറാനി രാജിവെക്കണം എന്നുള്ള ആവശ്യം വരെ ശക്തമായി. എന്നാൽ ചെറിയൊരു പിശക് മാത്രമാണെന്ന് പറഞ്ഞ് BJP വിവാദങ്ങളെ അടിച്ചമർത്തുകയും ചെയ്തു. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അമേഠിയിൽ രാഹുൽ ഗാന്ധിക്കെതിരെ മത്സരിക്കുന്ന സ്മൃതി ഇറാനി കഴിഞ്ഞ ദിവസമാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്. നാമനിർദ്ദേശ പത്രികയിൽ ഡിഗ്രി പൂർത്തിയാക്കിയിട്ടില്ലെന്ന് സ്മൃതി വ്യക്തമാക്കുന്നുണ്ട്. ദില്ലി കോടതിയിലെ കേസും വിദ്യാഭ്യാസ യോഗ്യതയെ ചൊല്ലിയുള്ള വിവാദങ്ങളുമാണ് കേന്ദ്രമന്ത്രിയെ കൊണ്ട് വിദ്യാഭ്യാസ യോഗ്യത തിരുത്തി പറയിപ്പിച്ചതെന്ന് വ്യക്തം. ന്യൂസ് ബ്യൂറോ, ദില്ലി. തിരുവനന്തപുരം നഗരഹൃദയത്തിലെ കോടികൾ വില വരുന്ന ഭൂമിയും വീടും RSS പോഷക സംഘടന തട്ടിയെടുത്തതായി പരാതി. തിരുവിതാംകൂർ ദിവാനായിരുന്ന ശങ്കര സുബ്ബയ്യരുടെ കുടുംബക്കാരുടെ ഭൂമിയും വീടും കള്ളവിൽപത്രം തയ്യാറാക്കി RSS പോഷക സംഘടനയായ സേവാഭാരതി തട്ടിയെടുത്തു എന്നാണ് ആക്ഷേപം. വഴുതക്കാട് ടാഗോർ തിയേറ്ററിന് എതിർവശത്തുള്ള സുന്ദരവിലാസം ബംഗ്ലാവ് തിരുവിതാംകൂർ ദിവാനായിരുന്ന ശങ്കര സുബ്ബയ്യർ പണി കഴിപ്പിച്ചതാണ്. അദ്ദേഹത്തിന്റെ 4ാം തലമുറയിൽപ്പെട്ട S. മുത്തുകൃഷ്ണന്റെയും സഹോദരി പൊന്നമ്മാളിന്റെയും പേരിലായിരുന്നു വഴുതക്കാടുള്ള 27 സെന്റ് സ്ഥലവും കെട്ടിടവും. തലസ്ഥാനത്ത് താമസിക്കുകയായിരുന്ന പൊന്നമ്മാളിന് മക്കളുണ്ടായിരുന്നില്ല. ഇതിനിടയിലാണ് സേവാഭാരതിക്ക് വേണ്ടി തിരുവനന്തപുരം സ്വദേശി രാധാകൃഷ്ണൻ വീടിന്റെ ഒരു ഭാഗം വാടകയ്ക്കെടുക്കുന്നത്. എന്നാൽ പൊന്നമ്മാളിന്റെ മരണശേഷം RSS സംഘടനയായ സേവാഭാരതി അവരുടെ കള്ളവിൽപത്രം കൃത്രിമമായി സൃഷ്ടിച്ച് വീടും സ്ഥലവും തട്ടിയെടുത്തു എന്നാണ് ആക്ഷേപം. പൊന്നമ്മാളിന്റെ സഹോദരന്റെ മകനായ കോയമ്പത്തൂർ സ്വദേശി അഡ്വക്കേറ്റ് ശങ്കരമണിയാണ് പരാതിക്കാരൻ. And one thing I am saying, my aunt Ponnammal doesn't have any necessity whatsoever to create such will. She has not prepared any will in favor of this Seva Bharati or Prasanna Murthy. This particular will is concocted, fabricated. They have prepared this will. Definitely it's a forgery. They have forged the signature of my aunt. കയ്യേറ്റക്കാർ കെട്ടിടത്തിൽ പ്രവേശിക്കരുതെന്ന് തിരുവനന്തപുരം മുൻസിഫ് കോടതി ഉത്തരവുണ്ടായിട്ടും അതൊന്നും വകവെക്കാതെ കയ്യൂക്കുകൊണ്ട് കെട്ടിടം കൈവശപ്പെടുത്തിയിരിക്കുകയാണ് RSS അനുകൂല സംഘടന. കെട്ടിടം കയ്യേറിയതിന്റെ പേരിൽ സേവാഭാരതിയുമായി ബന്ധമുള്ള ഡോക്ടർ പ്രസന്നമൂർത്തി, രാധാകൃഷ്ണൻ അടക്കം 4 പേർക്കെതിരെ മ്യൂസിയം പോലീസ് FIR രജിസ്റ്റർ ചെയ്തു. എന്നാൽ ആക്ഷേപങ്ങളെല്ലാം വ്യാജമാണെന്നായിരുന്നു സേവാഭാരതിയുടെ ഭാരവാഹികൾ പീപ്പിളിനോട് പറഞ്ഞത്. S. ജീവൻകുമാർ, തിരുവനന്തപുരം. NDA തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് കോഴിക്കോടെത്തും. വൈകിട്ട് 6:30 കടപ്പുറത്താണ് റാലി. കാസർഗോഡ് മുതൽ പാലക്കാട് വരെയുള്ള ജില്ലകളിലെ NDA സ്ഥാനാർത്ഥികളും സംസ്ഥാന നേതാക്കളും വേദിയിലെത്തും. പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിന്റെ ഭാഗമായി കോഴിക്കോട് നഗരം കനത്ത സുരക്ഷാ വലയത്തിലാണ്. ഗതാഗത നിയന്ത്രണവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. കാസർഗോഡ് ലോക്സഭാ മണ്ഡലം LDF സ്ഥാനാർത്ഥി KP സതീഷ് ചന്ദ്രൻ പ്രചാരണ രംഗത്ത് തന്നെ മുന്നേറ്റം തുടരുന്നു. UDF സ്ഥാനാർത്ഥി രാജ്മോഹൻ ഉണ്ണിത്താനും NDA സ്ഥാനാർത്ഥി രവീശ തന്ത്രിക്കുണ്ടാറും സജീവമായി തന്നെ പ്രചാരണ രംഗത്തുണ്ട്. 3ാം വട്ട പ്രചരണത്തിനെത്തിയ സതീഷ് ചന്ദ്രന് തൃക്കരിപ്പൂർ നിയമസഭാ മണ്ഡലത്തിൽ ജനങ്ങൾ അത്യുജ്വല സ്വീകരണമാണ് നൽകിയത്. അക്ഷരാർത്ഥത്തിൽ ജനപദങ്ങളെ ഇളക്കിമറിച്ചുകൊണ്ടുള്ളതാണ് LDF സ്ഥാനാർത്ഥി KP സതീഷ് ചന്ദ്രന്റെ പൊതുപ്രചാരണ പരിപാടികളും അദ്ദേഹത്തിന് ലഭിക്കുന്ന സ്വീകരണങ്ങളും. ആബാലവൃത്തം അത്യാവേശപൂർവ്വമാണ് നഗരഗ്രാമഭേദമന്യേ KP സതീഷ് ചന്ദ്രനെ വരവേൽക്കുന്നത്. സതീഷ് ചന്ദ്രന്റെ ചിത്രങ്ങളുള്ള പ്ലക്കാർഡുകൾ കൈകളിലേന്തിയും ടീഷർട്ടും ബനിയനുകളും ധരിച്ചുമാണ് യുവജനങ്ങളും കുട്ടികളും തങ്ങളുടെ പ്രിയ സ്ഥാനാർത്ഥിയെ ഓരോ കേന്ദ്രങ്ങളിലും സ്വീകരിക്കുന്നത്. വാദ്യമേളങ്ങളും മുത്തുക്കുടകളും സ്വീകരണത്തിന്റെ മാറ്റുകൂട്ടുന്നു. 3ാം വട്ട പ്രചാരണത്തിന്റെ ഭാഗമായി തൃക്കരിപ്പൂർ മണ്ഡലത്തിൽ നടത്തിയ പര്യടനത്തിലുടനീളം വൻ ജനപങ്കാളിത്തം ശ്രദ്ധേയമായി. രക്തസാക്ഷികളുടെ നാടായ കയ്യൂർ ചീമേനി ഗ്രാമങ്ങൾ സതീഷ് ചന്ദ്രനെ നെഞ്ചോട് ചേർത്ത് നിർത്തി. ചില മാധ്യമ സർവേ ഫലങ്ങൾ ജനങ്ങൾ തള്ളുമെന്നും കാസർഗോഡ് ലോക്സഭാ മണ്ഡലം അതിന്റെ ചരിത്രം ആവർത്തിക്കുമെന്നും KP സതീഷ് ചന്ദ്രൻ പറഞ്ഞു. മഹാനായ പാർലമെന്റിലേക്ക് അയച്ച ഈ മണ്ഡലം റിക്കാർഡ് ഭൂരിപക്ഷത്തിൽ LDF വിജയിക്കുന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. UDF സ്ഥാനാർത്ഥി രാജ്മോഹൻ ഉണ്ണിത്താൻ ഉദുമ മണ്ഡലത്തിലും NDA സ്ഥാനാർത്ഥി രവീശ തന്ത്രിക്കുണ്ടാർ പയ്യന്നൂർ മണ്ഡലത്തിലും 2ാം വട്ട പ്രചാരണം പൂർത്തിയാക്കി. സതീഷ് ചന്ദ്രൻ ഇന്ന് കല്യാശ്ശേരി മണ്ഡലത്തിലാണ് പര്യടനം. 3ാം വട്ട പ്രചാരണം പൂർത്തിയാകുന്നതോടെ LDF സ്ഥാനാർത്ഥിയുടെ പൊതുസ്വീകരണ പരിപാടികൾക്ക് സമാപനമാകും.
ചില മാധ്യമങ്ങൾ നടത്തുന്ന പ്രീപോൾ സർവേ ഫലം എന്ത് പ്രഖ്യാപിച്ചാലും കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിൽ LDF സ്ഥാനാർത്ഥി KP സതീഷ് ചന്ദ്രന്റെ മുന്നേറ്റം സുവ്യക്തമാണ്. ക്യാമറാമാൻ ഷൈജു ബിലാത്രയ്ക്കൊപ്പം സണ്ണി ജോസഫ്. കണ്ണൂരിലെ LDF സ്ഥാനാർത്ഥി ശ്രീമതി ടീച്ചറെ മണവാട്ടിയായി ആനയിച്ച് കണ്ണൂർ സിറ്റിയിലെ മൊഞ്ചത്തിമാർ. ഒപ്പനയും ദഫ്മുട്ടും കോൽക്കളിയുമായാണ് കണ്ണൂർ സിറ്റി ശ്രീമതി ടീച്ചറെ സ്വീകരിച്ചത്. വോട്ട് തേടിയെത്തിയ ശ്രീമതി ടീച്ചർക്ക് ചരിത്രം ഉറങ്ങുന്ന പുരാതന പട്ടണം വീരോചിത വരവേൽപ്പാണ് നൽകിയത്. മാപ്പിളൈശൽ പെയ്തിറങ്ങിയ കല്യാണരാവിന്റെ ആരവത്തിലായിരുന്നു കണ്ണൂർ സിറ്റി. ഒപ്പനപ്പാട്ടിനൊപ്പം ചുവടുവെച്ചാണ് സിറ്റിയിലെ മൊഞ്ചത്തികൾ ശ്രീമതി ടീച്ചറെ ആനയിച്ചത്. താളത്തിൽ കൈമുട്ടിപ്പാടി മണവാട്ടിയായി നാടിന്റെ വികസന നായിക. സായം സന്ധ്യയിൽ ചരിത്രമുറങ്ങുന്ന പുരാതന പട്ടണം ശ്രീമതി ടീച്ചർക്ക് നൽകിയത് വീരോചിത വരവേൽപ്പ്. കണ്ണൂർ സിറ്റിയെ ഇളക്കിമറിച്ച ഘോഷയാത്ര. റോഡിന് ഇരുവശവുമുള്ള വീടുകളിൽ നിന്നും സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ളവരുടെ വിജയാശംസകൾ. മതസൗഹാർദ്ദത്തിന്റെയും സാഹോദര്യത്തിന്റെയും പാരമ്പര്യമുള്ള നാട് ഇടതുപക്ഷ വിജയത്തിനായി ഒത്തുചേർന്നത് മറ്റൊരു ചരിത്രമായി. കണ്ണൂരിൽ നിന്നും ക്യാമറമാൻ ജയൻ കല്യാശ്ശേരിക്കൊപ്പം M. സന്തോഷ്.